പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് 6 ഗ്രാമപഞ്ചായത്തുകൾ കൂടി ചേർന്നതാണ്. ഏറ്റവും കൂടുതൽ നൂതന പദ്ധതികൾ നമ്മുടെ ക്ഷീരമേഖലയിൽ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് 1 കോടിയിലധികം ഫണ്ട് നമ്മൾ ഓരോ വർഷവും ക്ഷീരമേഖലയിൽ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. ഈ 6 പഞ്ചായത്തിലും കൂടെ നമുക്ക് തോന്നുന്നു ഒരു 2000-ഓളം കുടുംബങ്ങൾ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ ഈ പശു വളർത്തലുമായിട്ടൊക്കെ ജീവിതമാർഗം കണ്ടെത്തുന്നവരാണ്. വളരെ കൂടുതൽ നമ്മൾ ഈ ഒരു പശു വളർത്തൽ സഹായം കൊടുക്കുന്നത് നമുക്ക് വനിതകൾക്കാണ്. കാരണം നമുക്കറിയാം സ്ത്രീ ശാക്തീകരണം അത് മുന്നിൽ കണ്ടുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു കൈത്താങ്ങായിക്കൊണ്ട് നമുക്കറിയാം വലിയ വലിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വലിയ വലിയ മൂലധനങ്ങൾ മുടക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ട് പല കുടുംബങ്ങൾക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം അഭിമാനമുണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ ഫണ്ട് മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു മേഖലയ്ക്ക് മാറ്റി വയ്ക്കാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിട്ടായിരിക്കാം നമുക്കിപ്പം കേരളത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാമതെത്തുകയും ഏറ്റവും കൂടുതൽ നൂതന പദ്ധതികൾ തയ്യാറാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള ഒരു ക്ഷീര വികസനത്തിൻ്റെ ഒരു അവാർഡും കൂടെ നമുക്കിപ്പോൾ ആയിരിക്കുകയാണ്. സമ്പൂർണ്ണ ക്ഷീരസുരക്ഷാ ബ്ലോക്ക് എന്ന കാഴ്ചപ്പാടോടെ കഴിഞ്ഞ 5 വർഷമായി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരമേഖലയിൽ പ്രതിവർഷം 1 കോടി രൂപയുടെ പദ്ധതികളാണ് ഏറ്റെടുത്ത് വരുന്നത്. വീട്ടമ്മമാരുടെ വരുമാനത്തിനായി തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് നൂതന പദ്ധതിയായ ശാസ്ത്രീയ കാലിത്തൊഴുത്ത് എന്ന പദ്ധതി കഴിഞ്ഞ വർഷം ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ ചാണകം ഉണക്കിപ്പൊടിക്കുന്ന യൂണിറ്റും സഞ്ചരിക്കുന്ന മൃഗാശുപത്രി ഉൾപ്പെടെയുള്ള ക്ഷീരകർഷകർക്ക് പ്രയോജനം കിട്ടുന്ന കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള പദ്ധതിയും ഈ സാമ്പത്തിക വർഷം ഏറ്റെടുത്തിട്ടുണ്ട്. മികച്ച പ്രവർത്തനങ്ങളും നൂതന പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ ഒരു ക്ഷീരവികസന യൂണിറ്റാക്കാൻ ഈ കാലയളവിൽ പത്തനാപുരം ഡയറി യൂണിറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. പത്തനാപുരം ബ്ലോക്കിൽ 27 ക്ഷീരസംഘങ്ങളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഒരു 4-5 വർഷം മുമ്പ് വരെ 15 ക്ഷീരസംഘങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 12 ക്ഷീരസംഘങ്ങൾ പുതുതായി അടഞ്ഞുകിടന്ന സംഘങ്ങൾ തുറന്നെടുക്കുകയും പുതിയ ക്ഷീരസംഘങ്ങൾ രൂപീകരിക്കുകയും ചെയ്ത് 27 ക്ഷീരസംഘങ്ങളാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. 5 വർഷം മുമ്പ് ഏതാണ്ട് ശരാശരി ദിനംപ്രതി 5000 ലിറ്റർ പാലായിരുന്നു ക്ഷീരസംഘങ്ങൾ വഴിയുള്ള പാൽ സംഭരണം. ഇപ്പോൾ അത് ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഈ ബ്ലോക്കിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് ബ്ലോക്ക് പഞ്ചായത്ത് വഴി എല്ലാ വർഷവും ശരാശരി 1 കോടി രൂപയാണ് ക്ഷീരമേഖലയ്ക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മാറ്റിവെക്കുന്നത്. 6-7 പദ്ധതികൾ എല്ലാ വർഷവും ശരാശരി നൂതന പദ്ധതികളായി നടപ്പിലാക്കിക്കൊണ്ടാണ് ഇതിൽ ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ കഴിഞ്ഞത്. ക്ഷീരവികസന വകുപ്പിൽ നിന്നുള്ള പദ്ധതികൾ കൂടി ഉപയോഗപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതികളും കൂടെ ചേർത്ത് എല്ലാ പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കിക്കൊണ്ടാണ് ഈ പദ്ധതി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരമേഖലയിൽ നടപ്പിലാക്കിയ നൂതന പദ്ധതികളിൽ ഒന്നാണ് ഗൃഹസമൃദ്ധി വീട്ടമ്മയ്ക്കൊരു കൈത്താങ്ങ്. ഈ പദ്ധതി വഴി വനിതാ ഗുണഭോക്താവിന് 69,000 രൂപ ലോണായി നൽകിക്കൊണ്ട് ഒരു കറവ പശുവും 60,000 രൂപയുടെ ഒരു കറവ പശുവും 9,000 രൂപയുടെ ഒരു പെണ്ണാടും 10 മാസം പ്രായമായ ഒരു പെണ്ണാടും നൽകി. ഇതുകൂടാതെ 10 മുട്ടക്കോഴികളെയും നൽകി. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഗൃഹസമൃദ്ധി വീട്ടമ്മയ്ക്കൊരു കൈത്താങ്ങ് എന്ന പദ്ധതിയിൽ എനിക്കൊരു ആടിനെയും ഒരു പശുവിനെയും 10 മുട്ടക്കോഴികളെയും കിട്ടി. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മെച്ചം ഉണ്ടാക്കാൻ സാധിച്ചു. ഇനി ഇതിൻ്റെ പകുതി തുകയായ 35,000 രൂപ ധനസഹായമായി ബാങ്കിൻ്റെ ലോൺ അക്കൗണ്ടിലേക്ക് നൽകി. സാധാരണഗതിയിൽ ഒരു ഗുണഭോക്താവ് ബാങ്കിനെ ഒരു ലോണിനായി സമീപിച്ചാൽ, കറവ പശുവിനെ വാങ്ങാനുള്ള ഒരു ലോണിനായി സമീപിച്ചാൽ ബാങ്ക് പെട്ടെന്നൊന്നും നൽകില്ല. കാരണം ജാമ്യ വ്യവസ്ഥകളും ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി എന്ന നിലയിൽ, ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്ന നിലയിൽ എല്ലാ ബാങ്കുകളും അനുഭാവപൂർവ്വം ലോൺ കർഷകർക്ക് നൽകി. അങ്ങനെ ഒത്തിരി കർഷകർക്ക് സഹായകമായി. കഴിഞ്ഞ 5 വർഷങ്ങളിലായി 420ഓളം കർഷകർക്ക്, വനിതകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചു. ഇതുവഴി ബ്ലോക്കിൻ്റെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും സഹായകമായി. ഏതാണ്ട് ഇരട്ടിയോളം പാലുൽപാദനം ബ്ലോക്കിൽ വർദ്ധിച്ചു.
പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരമേഖലയിൽ നടപ്പിലാക്കിയ ഒരു നൂതന പദ്ധതിയാണ് ക്ഷീരസുരക്ഷ. ഈ പദ്ധതി വഴി MGNREGS വഴി ഒരു കാലിത്തൊഴുത്തും 1.5 ലക്ഷം രൂപയുള്ള വിലയുള്ള ഒരു കാലിത്തൊഴുത്ത്, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ എല്ലാ ശാസ്ത്രീയമായ സംവിധാനങ്ങളോട് കൂടിയ കാലിത്തൊഴുത്തും, അതുകൂടാതെ 2 കറവ പശുക്കളും 60,000 രൂപ വീതമുള്ള 2 കറവ പശുക്കളും 1,20,000 രൂപ കറവ പശുവിനും 1.5 ലക്ഷം രൂപ ശാസ്ത്രീയ കാലിത്തൊഴുത്തിനും ഉൾപ്പെടെ 2,70,000 രൂപ ബാങ്ക് ലോണായി നൽകിക്കൊണ്ട് ഇതിൽ MGNREGS വഴി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വഴി 1.5 ലക്ഷം രൂപയുടെ കാലിത്തൊഴുത്തിൻ്റെ ഏതാണ്ട് പൂർണ്ണമായ തുക തിരികെ ആ അക്കൗണ്ടിലേക്ക് തന്നെ വരത്തക്ക രീതിയിലും 1,20,000 രൂപയുടെ 2 പശുവിന് 60,000 രൂപ പകുതി തുക സബ്സിഡിയായി ആദ്യം തന്നെ ബ്ലോക്കിൽ നിന്ന് മാറി ബാങ്കിലേക്ക് നൽകിയെന്ന രീതിയിലും ആണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ആകെ 2,70,000 രൂപയിൽ ശരാശരി 60,000 രൂപ മാത്രമേ ഒരു ഗുണഭോക്താവ് അടയ്ക്കേണ്ടതുള്ളൂ ബാങ്ക് ലോണിലേക്ക്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരമേഖലയിൽ നടപ്പിലാക്കിയ ഒരു നൂതന പദ്ധതിയാണ് ശുചിത്വ ഭവനം സുന്ദര ഭവനം. ഈ പദ്ധതി വഴി ക്ഷീരകർഷകർക്ക് ഒരു ബയോഗ്യാസ് പ്ലാന്റ് 2 M3 ദീനബന്ധു മോഡൽ ബയോഗ്യാസ് പ്ലാന്റും അതോടൊപ്പം ബയോഗ്യാസിൽ നിന്നുള്ള പ്ലാന്റിൽ നിന്നുള്ള സ്ലറി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പച്ചക്കറി കൃഷിയും മണ്ണിര കമ്പോസ്റ്റും മത്സ്യകൃഷിയും ഉൾപ്പെടെ ഒരു പാക്കേജായി നൽകി. ശുചിത്വ ഭവനം സുന്ദര ഭവനം എന്ന പദ്ധതി വഴിയാണ് നൽകിയത്. ഇതുവരെ കഴിഞ്ഞ 5 വർഷങ്ങളിലായി 69 കർഷകർക്ക് ഈ പദ്ധതി വഴി ആനുകൂല്യം നൽകി. ഇത് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ശുചിത്വ മേഖലയിൽ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരമേഖലയിൽ നടപ്പിലാക്കിയ ഒരു നൂതന പദ്ധതിയാണ് ഭക്ഷ്യസുരക്ഷാ ശാസ്ത്രീയ കാലിത്തൊഴുത്തിലൂടെ. ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു പശുവിനെ പോലും വളർത്തുന്ന ചെറുകിട കർഷകരെ സഹായിക്കുക എന്നുള്ളതാണ്. ഒരു പശുവിനെ വളർത്തുന്ന ഒരു കർഷകൻ സാധാരണഗതിയിൽ ഒരു റബ്ബർ മാറ്റ്, തൊഴുത്തിലിടാനുള്ള ഒരു റബ്ബർ മാറ്റ് വേണം, അല്ലെങ്കിൽ ഒരു കറവയന്ത്രം വേണം. ഇതൊന്നും മറ്റ് പദ്ധതികൾ വഴി നൽകാൻ കഴിയില്ല. ജനകീയാസൂത്രണത്തിൻ്റെ മാർഗ്ഗരേഖ പ്രകാരം മിനി ഡയറി യൂണിറ്റ് ആധുനികവൽക്കരണം എന്ന പദ്ധതി പ്രകാരം 5 കറവ പശുവിനെ വളർത്തുന്ന കർഷകർക്ക് മാത്രമേ ഈ റബ്ബർ മാറ്റും തൊഴുത്തിടാനുള്ള സൗകര്യങ്ങളെല്ലാം നൽകാൻ കഴിയുള്ളൂ. അതിന് വിപരീതമായി നമ്മുടെ ഈ ഭക്ഷ്യസുരക്ഷാ ശാസ്ത്രീയ കാലിത്തൊഴുത്തിലൂടെ എന്ന പദ്ധതി പ്രകാരം നമുക്ക് ഒരു പശുവിനെ പോലും വളർത്തുന്ന ചെറുകിട കർഷകർക്ക് വരെ തൊഴുത്തിൻ്റെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും, ഏറ്റവും പ്രധാനമായിട്ട് കാലിത്തൊഴുത്തിൻ്റെ നവീകരണം, കറവയന്ത്രം, റബ്ബർ മാറ്റ്, പ്രഷർ വാഷർ, അതുപോലെ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് ബൗള്, വെള്ളം കുടിക്കാനുള്ള സംവിധാനം, സ്ലറി പമ്പ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡയറി ഫാന്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഈ പദ്ധതി 50% ധനസഹായമാണ് നൽകിയത്. പത്തനാപുരം ബ്ലോക്കിൽ നിന്ന് ഒരു പശുവിനെ കെട്ടി ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അതിനെ കറക്കാനുള്ള വിഷയം കെട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഉപകാരം തന്നെ. ഞങ്ങൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരമേഖലയിൽ നടപ്പിലാക്കിയ ഒരു നൂതന പദ്ധതിയാണ് തൃണകം. വേനൽക്കാലത്ത് കടുത്ത വേനൽ മൂലം പച്ചപ്പുല്ലിൻ്റെ ദൗർലഭ്യം മൂലം ക്ഷീരകർഷകർ നിരവധി ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. പാലുൽപാദനം ഈ സമയത്ത് വളരെ കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഇതിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് തൃണകം എന്ന പദ്ധതി അവതരിപ്പിച്ചത്, ഈ പദ്ധതി നടപ്പിലാക്കിയത്. തൃണകം എന്ന പദ്ധതിയിലൂടെ വേനൽക്കാലത്ത് സൈലേജ് കൂടാതെ വൈക്കോൽ, ഇത് രണ്ടും പകുതി വിലയ്ക്ക് ക്ഷീരകർഷകർക്ക് ലഭ്യമാക്കി. ഇത് പാലുൽപാദനം വർദ്ധിക്കുന്നതിനും വേനൽക്കാലത്തെ പ്രശ്നങ്ങളെല്ലാം നേരിടുന്നതിനും കർഷകർക്ക് വളരെയേറെ സഹായകമായി മാറിയ പദ്ധതിയായിരുന്നു. നമുക്ക് ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന പ്രോജക്റ്റിനകത്ത് നമ്മൾ 10 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റിനകത്ത് 5 ലക്ഷം രൂപ ധനസഹായമായി കൊടുത്ത ഒരു പദ്ധതിയാണിത്. അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റും ചാണകം പൊടിച്ച് ജൈവവളമാക്കി മാറ്റുന്ന യൂണിറ്റും കൂടെ ചേർന്നാണ്. ചാണകം ആദ്യം സ്ലറിയായിട്ട് നമ്മുടെ തൊഴുത്തിൽ നിന്ന് തന്നെ ചാണകം ഇങ്ങോട്ട് പോകുന്നുണ്ട്. സ്ലറിയായി മൊത്തത്തിൽ പോകുന്നു. എന്നിട്ട് ചാണകം പാക്കറ്റാക്കി താഴെ വരുന്നു. സ്ലറി ബാക്കിയുള്ള വരുന്ന സ്ലറി പോർഷൻ ബയോഗ്യാസിലേക്ക് വരുന്നു. ആ രീതിയിലാണ് ബയോഗ്യാസ് ഉപയോഗിച്ചിട്ട്
നമ്മൾ ഇവിടത്തേക്കുള്ള പശുവിന് ആവശ്യമുള്ള പാചകത്തിന് എടുക്കുന്നുണ്ട്. അതുകൂടാതെ വീട്ടാവശ്യത്തിന് എടുക്കുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ടുള്ള ഗ്യാസ് ഉപയോഗിച്ച് പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള വാറ്റ് പ്രവർത്തിപ്പിച്ച് പാല് വറ്റിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും നടത്തുന്ന ഒരു ഫാമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ സഹായം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബയോഗ്യാസ് ഇതിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണതെല്ലാം നമ്മൾ നമ്മുടെ പണിക്കാരുടെ പാചകാവശ്യത്തിനും പിന്നെ ഞങ്ങളുടെ വീട്ടിലും പിന്നെ ഞങ്ങളൊരു ചെറിയ യൂണിറ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മിൽക്കിൻ്റെ പ്രൊഡക്ട്സും പനീർ, തൈര്, പിന്നെ പാലുൽപ്പന്നങ്ങൾ വേറെ പിന്നെ അങ്ങനത്തെ ഇതൊക്കെ പാല് കാച്ചാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബയോഗ്യാസിൻ്റെ ഇതാണ്. പശു വളർത്തലുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യങ്ങൾ കർഷകർ ഉന്നയിച്ചാലും സഹായിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നൂതന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കറവ പശുവിനെ വാങ്ങുന്നതിനും തൊഴുത്തു പണിയുന്നതിനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പൂർണ്ണ പിന്തുണ കർഷകർക്ക് ലഭിക്കുന്നു. വിവിധ പദ്ധതികളെ കോർത്തിണക്കിക്കൊണ്ട് എല്ലാ മേഖലകളിൽ നിന്നുള്ള സഹായങ്ങളും ലഭ്യമാക്കി ക്ഷീര കർഷകർക്ക് കൈത്താങ്ങായി മാറാൻ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്.